ഇംഗ്ലീഷ് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇനി പറയുന്ന കാര്യങ്ങൾ മനപ്പാടാക്കി പഠിച്ചോ. നിങ്ങൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യം വന്നു കഴിഞ്ഞാൽ മാർക്ക് ഉറപ്പിക്കാം. ലുക്ക് ഫോർവേഡ് എന്ന വാക്കിന് ശേഷം ടു പ്ലസ് ING ഉപയോഗിക്കണം. ലുക്ക് ഫോർവേഡ് എന്ന വാക്കിന് ശേഷം ടു പ്ലസ് ING. ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. അപ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഫോർ ഹിയറിങ്ങും ടു ഹിയറിങ്ങും ഉള്ളത്. അപ്പോൾ ലുക്ക് ഫോർവേഡ് വന്നു കഴിഞ്ഞാൽ നമ്മളൊന്നും നോക്കണ്ട, ടു പ്ലസ് ING ഉള്ളതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു എന്നതാണ് ആൻസർ. അതുപോലെ തന്നെ ഹാഡ് ബെറ്ററിന് ശേഷം വെർബിൻ്റെ ഫസ്റ്റ് ഫോം V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. യു ഹാഡ് ബെറ്റർ ഡാഷ്. അപ്പോൾ ഹാഡ് ബെറ്ററിന് ശേഷം V1 ഫോം. ഓപ്ഷൻ എ യു ഹാഡ് ബെറ്റർ ഈറ്റ് മോർ ഫ്രൂട്ട്സ് എന്നതാണ് ആൻസർ. വുഡ് യു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ V1 ഫോം ഉപയോഗിക്കണം. വുഡ് യു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ V1 ഫോം. വുഡ് യു ഡാഷ് യുവർ പെൻ. അപ്പോൾ V1 ഫോം എന്ന് പറയുമ്പോൾ ലെൻഡ്. വുഡ് യു ലെൻഡ് യുവർ പെൻ എന്നതാണ് ആൻസർ. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ING ഉപയോഗിക്കണം. വുഡ് യു മാത്രം വന്നു കഴിഞ്ഞാൽ V1ഉം വുഡ് യു മൈൻഡ് വന്നു കഴിഞ്ഞാൽ INGയും. വുഡ് യു മൈൻഡ് ഡാഷ് എ ബിറ്റ്. അപ്പോൾ ING ഫോമായ മൂവിങ് എന്നതാണ് ആൻസർ ആയിട്ട് വരിക. വുഡ് യു മൈൻഡ് മൂവിങ് എ ബിറ്റ് എന്നതാണ് ആൻസർ. ഇനി അതുപോലെ തന്നെ ലെസ്റ്റ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഷുഡ് വേണം ഉപയോഗിക്കാൻ. ലെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഷുഡ് ഉപയോഗിക്കണം. സ്റ്റഡി വെൽ ലെസ്റ്റ് യു ഡാഷ് ഫെയിൽ ദ എക്സാമിനേഷൻ. അപ്പോൾ ലെസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഷുഡ് ഉപയോഗിക്കുക. സ്റ്റഡി വെൽ ലെസ്റ്റ് യു ഷുഡ് ഫെയിൽ ദ എക്സാമിനേഷൻ എന്നതാണ് ആൻസർ. ഇനി യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ V1 ഫോം വേണം ഉപയോഗിക്കാൻ. യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ V1 ഫോം. ഷീ യൂസ്ഡ് ടു ഡാൻസ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈസ് ആം ആർ അല്ലെങ്കിൽ വാസ് ഓർ വെയർ ഇതിൻ്റെ കൂടെയാണ് യൂസ്ഡ് ടു വരുന്നതെങ്കിൽ ING വേണം ഉപയോഗിക്കാൻ. ഈസ് ആം ആർ വാസ് ഓർ വെയർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ യൂസ്ഡ് ടു വന്നു കഴിഞ്ഞാൽ ING ഉപയോഗിക്കുക. ഷീ ഈസ് യൂസ്ഡ് ടു ഡാൻസിങ്. ഷീ ഈസ് യൂസ്ഡ് ടു ഡാൻസിങ്. അതുപോലെ തന്നെ ഹാർഡ്ലി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ വെൻ ഉപയോഗിക്കണം. ഹാർഡ്ലി വന്നു കഴിഞ്ഞാൽ വെൻ ഉപയോഗിക്കണം. വി ഹാഡ് ഹാർഡ്ലി വാക്ക്ഡ് ഇൻ വെൻ ദ ഫോൺ റാങ്. വി ഹാഡ് ഹാർഡ്ലി വാക്ക്ഡ് ഇൻ വെൻ ദ ഫോൺ റാങ്. ഇനി അതുപോലെ തന്നെ ഇറ്റ് ഈസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ടു പ്ലസ് V1 വേണം ഉപയോഗിക്കാൻ. ഇറ്റ് ഈസ് ടൈം ടു ഗെറ്റ് എ ഗവൺമെൻറ് ജോബ്. ഇറ്റ് ഈസ് ടൈം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ടു പ്ലസ് V1 ഉപയോഗിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് ടൈം അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹൈ ടൈമിൻ്റെ കൂടെ പ്രോനൗൺ വന്നു കഴിഞ്ഞാൽ V2 ഫോം വേണം ഉപയോഗിക്കാൻ. ഇറ്റ് ഈസ് ടൈം അല്ല ഇറ്റ് ഈസ് ഹൈ ടൈമിൻ്റെ കൂടെ പ്രോനൗൺ വന്നു കഴിഞ്ഞാൽ V2 ഫോം ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ടൈം വി സ്റ്റാർട്ടഡ് ദ വർക്ക്. അപ്പോൾ ഇവിടെ വി എന്നുള്ള പ്രോനൗൺ വന്നതുകൊണ്ട് സ്റ്റാർട്ടഡ് എന്ന V2 ഫോം വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇനി ഒരു പോയിൻ്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ സിൻസ് വേണം നമ്മൾ ചേർക്കാൻ. ഒരു പോയിൻ്റ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കുന്നതാണെങ്കിൽ സിൻസ് വേണം നമ്മൾ ചേർക്കാൻ. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ഈവനിങ്. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് സിൻസ് ഈവനിങ്. അതുപോലെ തന്നെ ഒരു പീരിയഡ് ഓഫ് ടൈമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഫോർ വേണം അവിടെ ഉപയോഗിക്കാൻ. ഒരു പീരിയഡ് ഓഫ് ടൈമാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ ഫോർ വേണം അവിടെ ഉപയോഗിക്കാൻ. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 5 hours. ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഫോർ 5 hours. രണ്ട് വ്യക്തികളെയോ വസ്തുക്കളെയോ സംബന്ധിക്കുന്ന കാര്യം സൂചിപ്പിക്കുമ്പോൾ ബിറ്റ്വീൻ ഉപയോഗിക്കുക. രണ്ട് വസ്തുക്കളെയോ വ്യക്തികളെയോ സംബന്ധിക്കുന്ന കാര്യം സൂചിപ്പിക്കുമ്പോൾ ബിറ്റ്വീൻ ഉപയോഗിക്കുക. രണ്ടിലധികം വ്യക്തികളെയോ വസ്തുക്കളെയോ സംബന്ധിച്ച കാര്യം സൂചിപ്പിക്കുമ്പോൾ എമങ് ഉപയോഗിക്കുക. രണ്ടിലധികം വ്യക്തികളെയോ വസ്തുക്കളെയോ സംബന്ധിച്ച കാര്യം സൂചിപ്പിക്കുന്നതാണെങ്കിൽ എമങ് ഉപയോഗിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ, കൃത്യമായ എണ്ണം സൂചിപ്പിക്കുന്നതാണെങ്കിൽ രണ്ടിലധികം ഉണ്ടെങ്കിലും ബിറ്റ്വീൻ തന്നെ ഉപയോഗിക്കണം. കൃത്യമായ എണ്ണം സൂചിപ്പിക്കുന്നതാണെങ്കിൽ രണ്ടിലധികം ഉണ്ടെങ്കിലും ബിറ്റ്വീൻ ഉപയോഗിക്കുക. ഇനി എഗ്രി എന്ന വേർഡ് വന്നു കഴിഞ്ഞാൽ വിത്ത് വരുന്നത് ഒരു പേഴ്സൻ്റെ കൂടെ ആയിരിക്കണം. എഗ്രി വിത്ത് എ പേഴ്സൺ. അതുപോലെ തന്നെ എഗ്രീൻ്റെ കൂടെ ടു വരുന്നത് ഒരു തിങ് അല്ലെങ്കിൽ ഒരു പ്രൊപ്പോസലൊക്കെ വരുമ്പോൾ എഗ്രി വിത്ത് എ പേഴ്സൺ, എഗ്രി ടു തിങ് ഓർ പ്രൊപ്പോസൽ. അതേപോലെ തന്നെയാണ്
ആംഗ്രി വന്നു കഴിഞ്ഞാലോ ആംഗ്രി വിത്ത് എ പേഴ്സൺ, ആംഗ്രി അറ്റ് എ തിങ്. ഇനി ക്വസ്റ്റ്യൻ ടാഗിൽ ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ഷാൽ വി നമുക്ക് ഉപയോഗിക്കാം. ലെറ്റസ് വന്നു കഴിഞ്ഞാൽ ഷാൽ വി ഉപയോഗിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലെറ്റ് മീ അല്ലെങ്കിൽ ഹിം ഓർ ദം വന്നു കഴിഞ്ഞാൽ വില്ല് ഉപയോഗിക്കുക. ലെറ്റ് മീ, ഹിം ഓർ ദം വന്നു കഴിഞ്ഞാൽ വില്ല് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗിൽ അയാം എന്ന് വന്നു കഴിഞ്ഞാൽ ആറിൻ്റെ ഐ വേണോ ഉപയോഗിക്കാൻ. അയാം വന്നു കഴിഞ്ഞാൽ ആറിൻ്റെ ഐ. ഇനി അതുപോലെ തന്നെ അയാം നോട്ട് എന്നാണ് വരുന്നതെങ്കിൽ എം ഐ ഉപയോഗിക്കുക. അയാം വരുന്നതാണെങ്കിൽ ആറിൻ്റെ ഐയും, അയാം നോട്ട് വന്നു കഴിഞ്ഞാൽ എം ഐയും ഉപയോഗിക്കുക. എൻജോയ്, ലൈക്ക്, ഡിസ്ലൈക്ക്, ലവ്, ഫിനിഷ്, അവോയ്ഡ്, മൈൻഡ്, കീപ്പ്, ഇമാജിൻ, സജസ്റ്റ്, ഡിസ്കസ്, ആൻറ്റിസിപ്പേറ്റ് ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ കൂടെ ING ഫോം ഉപയോഗിക്കുക. അതായത് ജെറണ്ട് ഫോം വേണം ഉപയോഗിക്കാൻ. എൻജോയ്, ലൈക്ക്, ഡിസ്ലൈക്ക്, ലവ്, ഫിനിഷ്, അവോയ്ഡ്, മൈൻഡ്, കീപ്പ്, ഇമാജിൻ, സജസ്റ്റ്, ഡിസ്കസ്, ആൻറ്റിസിപ്പേറ്റ് ഇവ വന്നു കഴിഞ്ഞാൽ ജെറണ്ട് ഫോം, വെർബിൻ്റെ കൂടെയുള്ള ING ഫോം വേണം ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വർഷങ്ങൾ അല്ലെങ്കിൽ മാസങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇൻ വേണം ഉപയോഗിക്കാൻ. ഇനി ദിവസങ്ങളും തീയതിയാണ് വരുന്നതെങ്കിൽ ഓൺ എന്ന വേർഡ് വേണം ഉപയോഗിക്കാൻ. വർഷങ്ങളും മാസങ്ങളുടെയും കൂടെ ഇന്നും ദിവസങ്ങളുടെയും തീയതികളുടെയും കൂടെ ഓണും ഉപയോഗിക്കുക. അതുപോലെ തന്നെ നോ സൂണർ വന്നു കഴിഞ്ഞാൽ ദാൻ വേണം ഉപയോഗിക്കാൻ. നോ സൂണർ വന്നു കഴിഞ്ഞാൽ ദാൻ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഇംഗ്ലീഷ് ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് എളുപ്പത്തിൽ മാർക്ക് ഇടാനുള്ള ചെറിയൊരു ടിപ്സാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക.